ഇന്ന് നമ്മൾ ഷെമിന്റെ ഏജ് റിവീൽ ചെയ്യുന്ന ദിവസം ഏജിലൊന്നുമില്ല അങ്ങനെ പറയുന്നേ ഏജിലുണ്ടൊക്കെ ഉള്ളത് പറയും. ഐശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ, മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക? എങ്ങനാ പോവുക? വടിയൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനല്ല, വടിയൊക്കെ കുത്തിപ്പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാവും അപ്പോഴും കയ്യര് അല്ലേ? ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇവനുണ്ടെങ്കിൽ മനഃപൂർവ്വം വ്യൂസ് കിട്ടാൻ വേണ്ടി അവരുടെ വയസ്സുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഉണ്ടെങ്കിൽ അവന് മനസ്സിലാവുന്നുണ്ട്, അവർക്കത് ഹേർട്ട് ആവുന്നുണ്ടെന്ന്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ മനഃപൂർവ്വമാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഇറക്കിയിട്ട് പറയുകയും ചെയ്യും, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, അങ്ങനെ ഹേർട്ട് ചെയ്യാനൊന്നും അല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് സാധാ രീതിയാണ് അവനിപ്പം. സോ എന്തായിരുന്നാലും ശരിയാവും, മനഃപൂർവ്വം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കണ്ടന്റിന് വേണ്ടിയായിരിക്കും, അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ പറഞ്ഞൊരു കാര്യമാണ്, ഇവനുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, വിട്ടിട്ട് പോകാനുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊന്നും നമുക്കറിയത്തില്ല. ഇനി കണ്ടന്റ് ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല. അവർക്ക് തന്നെ ഒന്നാതെ ഇത് കണക്ക് വയസ്സ് വ്യത്യാസം ഉണ്ടായിട്ട് ഒരുപാട് പേര് ഇത് കണക്ക് അവരെ കളിയാക്കുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എവനും ഇത് കണക്ക് കളിയാക്കാനും അതോടെ തന്നെ ഇനി വീഡിയോയ്ക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ തമാശയ്ക്ക് ഇത് കണക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അവർക്കുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നതായിരിക്കും. സോ ഇവനുണ്ടെങ്കിൽ കൊച്ചു കുട്ടി എന്നിട്ട് തീർച്ചയായിട്ടും വിവരമൊക്കെ ഉള്ളവൻ തന്നെയാണ്. അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കുറച്ച് മെച്യൂറായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല വയസ്സ് വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ പോലും ഉണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഇരിക്കാനുള്ള വയസ്സൊന്നും അല്ല, ഇവൻ ഇതെല്ലാം മനസ്സിലാവും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അത് ബാഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ എൻ്റെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.